അസ്സലാമു വെൽക്കം ടു സി ഫാമിലി. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡ് പോളയാണ്. അതിനു വേണ്ടി ആദ്യമായി 4 ബ്രെഡ് പീസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതിൻ്റെ സൈഡ് കട്ട് ചെയ്യുക ഇതാ ഇതുപോലെ. എന്നിട്ട് നമുക്ക് പീസുകളായി പാത്രത്തിലേക്ക് ഇടാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന വേറൊരു വിഭവമാണിത്. നിങ്ങളുടെ വീട്ടിൽ ബ്രെഡും മുട്ടയും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇതാ ഇങ്ങനെ 4 ബ്രെഡ് സൈഡ് കട്ട് ചെയ്ത് ബൗളിലേക്ക് ഇടുക. പിന്നെ നിങ്ങളുടെയൊക്കെ നോമ്പ് നന്നായി പോകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ തന്നെ നോമ്പൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതാ ഇങ്ങനെ 4 പീസ് ബ്രെഡ് അതിലേക്ക് ഇടുക. അതിനുശേഷം 1 ഗ്ലാസ് പാല്, ഞാൻ റോ മിൽക്കാണ് എടുത്തിട്ടുള്ളത്, അത് നമ്മുടെ ബ്രെഡിലേക്ക് മിക്സ് ചെയ്യുക. ഞാനിവിടെ ഫുൾ ഫാറ്റ് മിൽക്ക് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നാട്ടിലാണെങ്കിൽ നമുക്ക് മിൽമ പാൽ യൂസ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ നന്നായി ഉടച്ചെടുക്കുക. പിന്നെ നിങ്ങളെ ഓർമ്മിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും ചെയ്യണം. നിങ്ങൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും നിങ്ങൾ ഷെയർ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതാ ഇങ്ങനെ ഏകദേശം നമ്മുടെ ബ്രെഡ് നന്നായി ഉടച്ചതിന് ശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇതാ ഞാനിപ്പോൾ ജാറിൽ ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 3 മുട്ട ഉടച്ചത് ചേർക്കാം. 4 പീസ് ബ്രെഡിന് 3 എഗ്ഗാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതാ ഇങ്ങനെ ഞാൻ മുട്ട ഉടച്ച് ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ആവശ്യത്തിന് പഞ്ചസാരയാണ്. ഇതാ നമുക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ആഡ് ചെയ്യാം. മുട്ടയും പാലും ബ്രെഡുമൊക്കെ നമ്മുടെ വീട്ടിൽ സ്ഥിരം ഉണ്ടാവുന്നതാണ്. സോ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്. കുട്ടികൾക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടും. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് കളർ ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ബിരിയാണിയുടെ കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. വളരെ കുറച്ച് മതി. അത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് കളർ വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ വേണ്ട. ഞാൻ ജസ്റ്റ് ഒരു കളറിന് വേണ്ടി ചെയ്തതാണ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ അതിൽ ഏലക്കായ് കൂടി ആഡ് ചെയ്യാം. പക്ഷേ എനിക്കതിൻ്റെ ഫ്ലേവർ അത്ര ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്യാതിരുന്നത്. ഇനി ഗ്യാസിൽ ഒരു പാത്രം വെച്ച് കുറച്ച് ഗീ ഒഴിച്ച് നന്നായി തടവി കൊടുക്കുക. അതിനുശേഷം നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ അതിലേക്ക് ഒഴിക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ ഫ്ലെയിം വളരെ ചെറിയ ഫ്ലെയിമിൽ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ അടിഭാഗം കരിഞ്ഞു പോവാനിടയുണ്ട്. സോ വളരെ ലോ ഫ്ലെയിമിലാണ് ഞാനിത് വെച്ചിരിക്കുന്നത്. കുറച്ച് ചൂടായതിന് ശേഷം വേണമെങ്കിൽ നമുക്കിത് വേറൊരു പാൻ ഗ്യാസിൽ വെച്ച് അതിന് മുകളിൽ വെച്ച് കൊടുക്കാവുന്നതാണ്. എങ്കിൽ നമുക്ക് ഈ അടിയിൽ പിടിച്ച്, നോൺ സ്റ്റിക്ക് ആണെങ്കിൽ തന്നെ കരിഞ്ഞു പോവാതെ കിട്ടാൻ അത് വളരെ യൂസ്ഫുള്ളാണ്. ഇതാ ഞാനിപ്പോൾ അതിനു വേണ്ടി വേറൊരു പാൻ വെച്ച് അതിന് മുകളിൽ വെച്ച് കൊടുക്കുകയാണ്. കുറച്ച് ചൂടാക്കിയതിന് ശേഷമാണ് ഞാനിത് മാറ്റി വെക്കുന്നത്. എന്നിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ കരിഞ്ഞു പോകാതെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഒന്നിങ്ങനെ നോക്കാം. ഇതാ ആയിട്ടില്ല, ഇത് ഏകദേശം പൊങ്ങി വരും നന്നായി മുകളിൽ. നമുക്ക് അപ്പോൾ ഒരു ടൂത്ത് പിക്സ് വെച്ച് ചെറുതായി ഒന്ന് കുത്തി നോക്കാം. ഇല്ല, ഇനിയും കുറച്ചുകൂടി ആവാൻ ബാക്കിയുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതാ നമ്മുടെ ബ്രെഡ് പോള ഏകദേശം റെഡിയായിട്ടാണുള്ളത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. അത് കുറച്ച് തണിയാൻ വെച്ചതിന് ശേഷം നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. ഇതാ നമ്മുടെ ബ്രെഡ് പോള ഇവിടെ റെഡിയായിട്ടുണ്ട്. വളരെ ടേസ്റ്റുള്ള ഒരു സ്നാക്കാണ് ഇത്. ഞാൻ വെറുതെ പറയല്ല, നിങ്ങൾക്കും കുട്ടികൾക്കും ഒരുപാട് ഇഷ്ടപ്പെടും. നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു 5 മിനിറ്റ് നമുക്ക് ഉണ്ടാക്കാൻ. പക്ഷേ ഇതൊരു പോള, ഞങ്ങളിതിന് ബ്രെഡ് പോള എന്ന് പറയും. ഇത് കുട്ടികൾക്ക് കഴിക്കുമ്പോൾ ഒരു കേക്കിൻ്റെ എഫക്റ്റാണ് ഉണ്ടാവുക.
വളരെ സോഫ്റ്റ് ആയിരിക്കും അതിൻ്റെ ഉൾവശം. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഗാർണിഷ് ചെയ്യാം. ഇൻഷാ അല്ലാ ഇനി വീണ്ടും ഒരു വീഡിയോവുമായി വരുന്നത് വരെ മസ്സലാമ.